ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 1 നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഇത് നമ്മുടെ പഴയ സിലബസത്തെ സെയിം പേപ്പറായിട്ട് തന്നെ വരുന്നത്. അതായത് ഇതുപോലെ സെയിം ചാപ്റ്റർ പഴയ സിലബസിലുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ CA ഫൗണ്ടേഷനിൽ പഠിച്ചിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ നേച്ചർ, അതിൻ്റെ ഒബ്ജക്റ്റീവ്, സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, എന്തൊക്കെയാണ് ഒരു ഓഡിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ടോപ്പിക്കിലോട്ട് കളയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ക്ലാസ്സസിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ വാട്സപ്പ് ചെയ്താൽ. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലോട്ട് കളയാം. ഓക്കെ, ഫസ്റ്റ് അവർ ചാപ്റ്റർ ഓവർവ്യൂ, ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണമെന്ന് അവർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് SA 200. അതെന്ന് പറയുന്നത് ഓഡിറ്റ് സ്റ്റാൻഡേർഡാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പോലെ ഓഡിറ്റിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, AS എന്നാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത്, പക്ഷെ SA ആണെന്ത് നമ്മൾ ഓഡിറ്റ് സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു മാത്രം. പിന്നെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്തുവാണ്, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്. ഓക്കെ, പിന്നെ നീഡ്സ്, ബെനഫിറ്റ്സ്, എന്തൊക്കെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്, ബെനഫിറ്റ്സ്. പിന്നെ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ, ഓഡിറ്റർ ചെയ്യാൻ ആർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ, ആർക്കൊക്കെയാണ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുക. ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ്, എന്തൊക്കെയാണ് ഓഡിറ്റിൻ്റെ, അല്ലേ? ഇത്രയും ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ടെങ്കിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഏതിനുണ്ട്, നമ്മുടെ ഓഡിറ്റിങ്ങിനുണ്ട്. അതെന്തൊക്കെയാണ്? ഓഡിറ്റ് വിത്ത് റെഫറൻസ് ടു സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് കൂടുതലായിട്ടും ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കണ്ട, വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കണം, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി ആർക്കാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം, കമ്പനികളാണ് സാധാരണ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, കമ്പനികളാണ് സാധാരണ ഓഡിറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കമ്പനി ഉണ്ടാവും. ഓക്കെ, ഈ കമ്പനീൻ്റെ ഓണേഴ്സ് ആരായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഒരു കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഓക്കെ, കമ്പനി ഉണ്ട് ഇവിടെ. കമ്പനീൻ്റെ ഓണേഴ്സ് ആരാ? ഷെയർ ഹോൾഡേഴ്സ്, അല്ലേ? ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, പക്ഷേ ഈ കമ്പനി നടത്തുന്നത് ഈ ഷെയർ ഹോൾഡേഴ്സ് ആണോ? അല്ല, കമ്പനി നടത്തുന്നത് ഷെയർ ഹോൾഡേഴ്സ് അല്ല. ഇവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതായത് ഓണേഴ്സ് അല്ല ഇത് നടത്തുന്നത്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പോൾ നമുക്കിടെ ഈ കമ്പനിയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, കമ്പനിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഈ ഷെയർ ഹോൾഡേഴ്സിന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് വരുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഐഡിയ കിട്ടുമല്ലോ. കോംപ്ലക്സ് ബിസിനസ് എൻവിറോൺമെൻ്റ് ആണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ആൻസേഴ്സ് നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനീസ്. അവരുടെ ഹാർഡ് ഏൺഡ് മണിയാണ് എന്ത് ചെയ്യുന്നത്, അവർ കമ്പനികളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനി പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ, കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, കമ്പനിയിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കമ്പനി ഫ്രോഡോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഒരു ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയെ പറ്റി മനസ്സിലാവുക? ഓഡിറ്റിംഗ് എന്ന് മനസ്സിലാവുക. എവറി കമ്പനി എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നതിന് ആണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലാണ് നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു പറയുന്നത്, അല്ലേ? ഓഡിറ്റിംഗ് എന്താണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും, മനസ്സിലാവും. അപ്പം അതാണെന്ന് പറയുന്നത്. അപ്പം കമ്പനിയെയും ഷെയർ ഹോൾഡേഴ്സിന്, കമ്പനിയുടെ ഇൻഫർമേഷൻ മീൻസ് ഷെയർ ഹോൾഡേഴ്സിന്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുറച്ച് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ്, ഇതൊന്നും നമ്മുടെ എക്സാം വൈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഒറിജിൻ ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് 4th സെഞ്ച്വറി BC മുതലേ ഇവിടെ ഓഡിറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അത് ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡായിട്ടുള്ള ഒഡയർ എന്നുള്ള ഇതാണ്, ടു ഹിയർ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ആ ഒരു വേർഡ് എന്നാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതൊന്നും എക്സാം ബേസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മീനിങ് ആൻഡ് നേച്ചർ ഓഫ് ഓഡിറ്റ്. എന്താണ് ഓഡിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്? അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് financial information of any entity, whether profit oriented or not, and irrespective of its size or legal form, when such an examination is conducted with a view to expressing an opinion thereon. Okay, ഇതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ. ആൻഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ. എടാ, നമ്മൾ ഒരു കമ്പനിയിൽ എന്താ ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡൻ്റ് ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷനാണ്. അപ്പോൾ താഴെ വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഹിയർ സിംപ്ലൈസ് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് സബോർഡിനേറ്റ് ടു ഫിഷസ്. എടാ, എനിക്ക് അതായത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ CA-കാരാണ് ബേസിക്കലി നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ, എനിക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അതിലൂടെ എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനി കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ബ്രദർ, അതായത് എൻ്റെ റിലേറ്റീവ്സിനെ വെച്ചിട്ട് ഞാൻ ഈ കമ്പനി ഓഡിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അല്ലാതെ നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനനുസരിച്ചുള്ള ഒരാളെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ കമ്പനിയിലെ എൻ്റെ സബോർഡിനേറ്റ്സ് ആരെങ്കിലും വെച്ചിട്ട് ഓഡിറ്റ് ചെയ്യും. അങ്ങനെയൊന്നും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻ്റ് എക്സാമിനേഷൻ. എന്തിൻ്റെ ഇൻഡിപെൻഡൻ്റ് എക്സാമിനേഷൻ? എന്താണ് ചെക്ക് ചെയ്യുന്നത്? എന്താണ് ശരിയാണെന്ന് ചെക്ക് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ്. എന്താ നോക്കുന്നത്? ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ്. ബാലൻസ് ഷീറ്റ് ശരിയാണോ? അസറ്റ് ശരിയാണോ? അസറ്റൊക്കെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഡിപ്രീസിയേഷൻ കറക്റ്റായിട്ട് ചാർജ് ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഓഫ് എനി എൻറ്റിറ്റി. ഏത് എൻറ്റിറ്റി ആവട്ടെ, നമ്മൾ ലോയിലൊക്കെ ഡിഫറെൻ്റ് എൻറ്റിറ്റീസ് ആണ്. പാർട്ണർഷിപ്പ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, കമ്പനി, LLP, പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഏതും ആയിക്കോട്ടെ, എനി എൻറ്റിറ്റി വാട്ട് എവർ. ഓക്കെ, വെദർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർ നോട്ട്. ഓക്കെ, ചിലതിന് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ NGOs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് അല്ല അവരുടെ ഇതെന്ന് പറയുന്നത്, അതും കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഒരുപാട് അവർക്ക് ആക്ച്വലി പ്രോഫിറ്റ് വേണ്ട, പക്ഷെ അവിടെയും ഫ്രോഡും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് അവർക്കും അങ്ങനെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. വെദർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർ നോട്ട്, മേ ബി പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും, മിക്ക കേസിലും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ്, ഓർ നോട്ട് അല്ലാതെയും ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ എൻറ്റിറ്റീസിലും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം. ആൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ഓർ ലീഗൽ ഫോം, എത്ര ചെറിയ കമ്പനി ആവട്ടെ അല്ലെങ്കിൽ വലിയ കമ്പനി ആവട്ടെ, when such examination is conducted. എന്തിനാണ് ആ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്? വിത്ത് എ വ്യൂ ടു എക്സ്പ്രസിങ് ആൻ ഒപ്പീനിയൻ thereon. അതിങ്ങനെ കണ്ടക്ട് ചെയ്തിട്ട് ഒരു ഒപ്പീനിയൻ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റണം. ചില കമ്പനിയിൽ ഇന്ന ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ഡിസ്ക്ലൈമേഴ്സ് ഉണ്ട്, ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റണം. അതിനാണ് പറയുന്നത് ഓഡിറ്റിംഗ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനിഷൻ ഇപ്പോൾ തന്നെ പഠിച്ചോ. ആൻഡ് ഓഡിറ്റിംഗ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ of any entity, whether profit oriented or not, and irrespective of its size or legal form, when such an examination is conducted with a view to expressing an opinion thereof. Okay, അതിൻ്റെ ശരിക്കും ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്ത് ചെയ്യുന്നത് താഴെ പറയുന്നത്. ഇവിടെ നോക്കടാ, NGO, ചാരിറ്റബിൾ ട്രസ്റ്റ്.
NGO, ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിനൊന്നും എന്താ ആവശ്യമില്ല, അവർക്കൊന്നും പ്രോഫിറ്റ് ഗെയിൻ ചെയ്യണം എന്നൊന്നുമില്ല, അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. എങ്കിൽ കൂടെ അവർക്കും എന്ത് ചെയ്യാം, ഓഡിറ്റിങ് ചെയ്യാം. ഓക്കെ, ആരാ ഓഡിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റ് പറയുന്നത്, ദ പേർപ്പസ് ഓഫ് an audit to explain an opinion ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഒപ്പീനിയൻ പറയാനാണ് ആരുടേത്, ഓഡിറ്ററുടെ പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുന്നത് നോക്കണം. ഇൻ ഡൂയിങ്, ജസ്റ്റ് ആ ഒരു ഡെഫിനിഷന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഇൻ ഡൂയിങ് സച്ച് ഹി ഹാസ് ടു സീ ഫൈനാൻഷ്യൽ would not mislead anyway ensuring that. ഈ ഫൈനാൻഷ്യൽ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അതാണ് പറയുന്നത്. The accounts have been drawn with the reference to the entries in the books of account. കറക്റ്റ് ആയിട്ട് എൻട്രീസിനനുസരിച്ച് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ the entries in the books of accounts are adequately supported by the sufficient and appropriate evidence. ഫോർ എക്സാമ്പിൾ, അതായത് നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്തിട്ടുള്ള എൻട്രീസ് അതിനൊക്കെ സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഉണ്ടോ. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫിക്സഡ് അസറ്റ് ഒക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു അസറ്റേ അവിടെ ഇല്ല. അങ്ങനെ വെച്ചാൽ അത് ഒരു മിസ്ലീഡിങ് അല്ലേ, അതായത് അവിടെ ഇല്ലാത്ത അസറ്റ് കൂട്ടി കാണിക്കണം. ഓക്കെ, അതുപോലെ തന്നെ സെയിൽസ് മേ ബി ഈ കമ്പനിക്ക് യാതൊരു ഇഷ്യൂസ് ഇല്ല എന്നുള്ളപ്പോൾ നമ്മുടെ ബൈജൂസിനൊക്കെ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പറ്റി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും കാൽക്കുലേഷൻസിലുള്ള അപ്രോപ്രിയേറ്റ് എവിഡൻസ് റെക്കോർഡ് ചെയ്തതും നമ്മുടെ പ്രസന്റ്ലി കമ്പനിയിലുള്ള ഇത് എവിഡൻസ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ബുക്സിൽ ഇപ്പോൾ 1 lakhന്റെ ഫിക്സഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോഴും 1 lakhന്റെ ഫിക്സഡ് അസറ്റ് വേണം, കറന്റ് അസറ്റ് ലയബിലിറ്റീസും ഒക്കെ എങ്ങനെ. ഓക്കെ, അതാണ് ചെയ്യുന്നത്. നൺ ഓഫ് ദ എൻട്രീസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഹാസ് ബീൻ ഒമിറ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് കംപ്ലീഷൻ. അതുപോലെ തന്നെ ഒന്നും വിട്ടുപോകരുത്, ഒരു എൻട്രീസ് ഒന്നും വിട്ടുപോകരുത് എന്ന് ഉറപ്പ് വരുത്തണം. ദ ഇൻഫർമേഷൻ കൺവേഡ് ബൈ ദ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ക്ലിയർ ആൻഡ് അൺആംബിഗ്വസ്. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ കൺവേ ചെയ്തത് ക്ലിയർ ആയിരിക്കണം, അതായത് ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കണം, അൺആംബിഗ്വസ് സംശയമില്ലാത്തതായിരിക്കണം. ഓക്കെ, the financial statement amounts are properly classified. കറക്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. Described and disclosed to conformity with the accounting standard. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രോപ്പർലി ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഉറപ്പ് വരുന്നത്. ഓക്കെ, the statements of account presents a true and fair picture of operational results and the asset and liabilities. നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓപ്പറേഷൻ റിസൾട്ട്, അസറ്റ് ലയബിലിറ്റീസ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളതൊക്കെയാണ് ഒരു ഓഡിറ്റർ ഫൈനാൻഷ്യൽ എന്താ പറയുക ഇൻഫർമേഷനിൽ ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതൊന്നും മിസ്ലീഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഓഡിറ്റർ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അതാണ് ഓഡിറ്ററുടെ പേർപ്പസ് ഓഫ് എ ഓഡിറ്റ് ഇൻ ദ കേസ് ഓഫ് എ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷേ ഇത് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇതിൻ്റെ ഡെഫിനിഷൻ. ആൻഡ് ഓഡിറ്റിംഗ് ഈസ് എ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ലെജിസ്ലേഷൻ. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഒന്നുമല്ല, interdisciplinary nature of auditing relationship the diverse subject. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സബ്ജക്റ്റ് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓഡിറ്റിംഗ് ഈസ് ഇന്റർഡിസിപ്ലിനറി നേച്ചർ. അങ്ങനെ പറഞ്ഞാൽ ഇന്റർഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഇൻവോൾവിംഗ് 2 or more സബ്ജക്റ്റ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് മാത്രം അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഓഡിറ്റിങ്ങിൽ പല ടോപ്പിക്സ് വരുന്നുണ്ട്, അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പെർഫെക്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ കം ടു ദ വാട്ട് ആർ ദ ടോപ്പിക്സ്
ഇൻവോൾവിങ് ഇൻ ഓഡിറ്റ്. ഫസ്റ്റ് ആണ് ഡെഫിനറ്റ്ലി അക്കൗണ്ടിങ് അല്ലേ. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ശരിയാണോ, ബാലൻസ് ഷീറ്റ് ശരിയാണോ, അസറ്റും ഇതൊക്കെ തന്നെ. അപ്പോൾ അക്കൗണ്ടിനെ പറ്റി നല്ല തറോ നോളജ് വേണം, എന്നാലും നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അറിയേണ്ടതാണ് ലോ. ഇവിടെ ലോ അറിഞ്ഞാലല്ലടാ ഈ കമ്പനീസ് ആക്ട് അറിഞ്ഞാലല്ലടാ കമ്പനീസ് ആക്ട് ഫോളോ ചെയ്തിട്ടാണോ കമ്പനി നടത്തുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി അറിയണം എക്കണോമിക്സ്. ഓക്കെ, എക്കണോമിക്സിനെ പറ്റി നമുക്ക് വേണം. അടുത്ത് നമുക്ക് ബിഹേവിയറൽ സയൻസ്. ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ആളുകളിലേക്ക് അവിടെ എന്തെങ്കിലും ഫ്രോഡൊക്കെ കണ്ടക്ട് ഉണ്ടോ എന്ന് മനസ്സിലാവുന്നത് അവിടുത്തെ എന്താ പറയുന്നത് അവിടുത്തെ സ്റ്റാഫിൻ്റെ ഇതിൽ നിന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ബിഹേവിയർ. ഒരാളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു ഓഡിറ്ററായിട്ട് നമ്മളൊരു കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് കമ്മിങ് ടോപ്പിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബിഹേവിയറൽ സയൻസുമാണ്. സ്റ്റാറ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, നമ്മൾ ഫൗണ്ടേഷനിൽ മാത്തമാറ്റിക്സ് പഠിച്ചു. ഇവിടെ നമുക്ക് കുറേ റേഷ്യോസ് ഒക്കെ പഠിക്കാനുണ്ട് നമ്മുടെ FM-ൽ. അപ്പോൾ ആ റേഷ്യോസ് ഒക്കെ അനലൈസ് ചെയ്യണമെങ്കിൽ മാത്തമാറ്റിക്സിനുള്ള നോളജ് വേണം. സ്റ്റാറ്റിക്സ് അറിയണം, ഡാറ്റകളുടെ അനലൈസ് ചെയ്യാൻ അറിയണം. ഓക്കെ, പിന്നെ ഡാറ്റ പ്രോസസ്സിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണോ എന്നുള്ള നോളജ് വേണം. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് FM അറിയണം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ. അപ്പം ഇത്രയും നോളജിൻ്റെ ഇതൊക്കെ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഓക്കെ, എന്നാലേ നമുക്ക് ഓഡിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു നോട്ടായിട്ട് താഴെ കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു 2 മാർക്സിന് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താ, ഇന്റർ ഡിസിപ്ലിനിൽ വെച്ചു. ഓക്കെ, അടുത്ത ടോപ്പിക്സ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. എന്തൊക്കെയാണ് ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, അപ്പോൾ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ടൈം എന്തായാലും ഇവിടുന്ന് ഒരു മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് മിക്കവാറും എന്ത് ചെയ്യും, ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ്. ഓക്കെ, നമുക്ക് കേസ് സ്റ്റഡി ബേസിസിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. In conducting the audit information, the objective audit according with the audit standard 200. SA 200 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. SA 200 എന്ന് പറഞ്ഞാൽ എന്താ, ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ആൻഡ് ദ കണ്ടക്ട് ഓഫ് ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് ലോ എന്താണെന്നുള്ളത് താഴെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് എന്നുള്ളത് ഓർത്ത് വെക്കണം. SA 200 ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് 200. ഓക്കെ, മറക്കരുത്. ഓക്കെ, അതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മുടെ ആൻസറിനൊക്കെ ഒന്നുകൂടെ ഒരു പെർഫെക്ഷൻ വരും. ഓക്കെ, ഇനി എന്താണ് ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്, എന്താണ് എൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഗോൾ ഓഫ് ഓഡിറ്റ്? ഫസ്റ്റ് വൺ, ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്യൂറൻസ് about whether financial statements are whole or free from the material misstatement. Very very important ആണ്. The obtain reasonable assurance. Assurance എന്ന് പറഞ്ഞാൽ എന്താണ്, ഉറപ്പ്. അപ്പോൾ റീസണബിൾ, എന്താ റീസണബിൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പരിചയപ്പെടാം. അബൌട്ട് ദ വെദർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെയാണത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ നമുക്ക് എന്താ പറയാൻ പറ്റും, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആസ് എ ഹോൾ ഓർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇവിടെ നോക്കണം, മിസ്റ്റേറ്റ്മെന്റ് എന്നല്ല, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്നാൽ ഫോർ എക്സാമ്പിൾ ഒരു 10,000 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി, 10,000 കോടി ടേൺ ഓവർ സെയിൽസ് അവർക്ക് എത്ര വരുന്നുണ്ട്, അതായത് അവരുടെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 10,000 കോടിയാണ്. എടാ അവിടെ ഒരു 100 രൂപയുടെ ഡിഫറൻസ്, എത്ര രൂപയുടെ ഡിഫറൻസ്, 100 രൂപയുടെ ഡിഫറൻസ്, അതിനെ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റും അല്ലേ? നമ്മൾ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് ഈ 100 രൂപ എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണ്, അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല അല്ലേ, ഇമ്മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പം അതൊരു ഇമ്മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയല്ല, നമ്മളത് മെറ്റീരിയൽ, അതിന് പകരം 1 കോടിയുടെ ഡിഫറൻസ്, മെറ്റീരിയൽ അല്ലേ, മെറ്റീരിയൽ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരും നമ്മുടെ സെയിൽസിലോ അസറ്റിലൊക്കെ 1 കോടിയുടെ ഡിഫറൻസ് എന്ന പ്രശ്നമാണ്. പക്ഷെ ഒരു 100 കോടിയുടെ ഡിഫറൻസ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല,
മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്, അത് എന്താണ് 100 രൂപ എന്നൊക്കെ പറയാൻ ഇമ്മെറ്റീരിയലാണ്. അപ്പൊ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നുള്ള അഷ്യൂറൻസ് ആർക്ക് കൊടുക്കാൻ പറ്റണം? ഓഡിറ്റർക്ക് കൊടുക്കാൻ പറ്റണം. ടു ഒബ്റ്റെയിൻ ദ റീസണബിൾ അഷ്യൂറൻസ് about the financial statement as a whole or free from the material mistake, whether due to fraud or error, whether due to fraud or error. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ചിലപ്പോൾ എറർ സംഭവിച്ചതായിരിക്കാം, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കാം. അതായത് എറേഴ്സ് എന്ന് പറയുന്നതിന് പല രൂപത്തിൽ എറേഴ്സ് ഉണ്ട്. അതുപോലെ ഫ്രോഡ്, ചിലപ്പോൾ ആരെങ്കിലും തട്ടിപ്പടുത്തിയതായിരിക്കണം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന അതിനൊക്കെ എന്തായാലും അങ്ങനെ ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് നടന്നിട്ടില്ല. They enable the auditor to express an opinion whether the financial statement are prepared in all material respect in accordance with then applicable financial reporting framework. Okay. അപ്പൊ എന്ന് പറയുന്നത് മാത്രമല്ല, അങ്ങനെ ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ ഇല്ല എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, അപ്ലിക്കബിൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണ് നമുക്ക് ഷോർട്ടായിട്ട് AFRF വിളിക്കാം. AFRF, ഓക്കെ, അപ്ലിക്കബിൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഇതിനനുസരിച്ചാണ് നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ഉള്ളത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു അഷ്യൂറൻസ് കൊടുക്കാൻ ആര് പറ്റണം? ഓഡിറ്റർക്ക് പറ്റണം. ഓക്കെ, മാത്രമല്ല കഴിയില്ല. And to report the financial statement and communicate as required by the SAs in according to the auditor finds. ഓഡിറ്റർ ഇതെല്ലാം ഇങ്ങനെ കൈ പിടിച്ചിട്ടിരുന്നത് കാര്യമല്ല, ഇതെന്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആസ് റിക്വയർഡ് ബൈ ദ SAS, ഓഡിറ്റ് സ്റ്റാൻഡേർഡ് പറയുന്നതാണ് ഇന്ന ആളുകളോട് നിങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇന്ന ആളുകളോട് ഇന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. നിങ്ങൾ ഓഡിറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതൊക്കെ ആരോടായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത്? ഓക്കെ, അത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പറയുന്നില്ല. അക്കോർഡിംഗ് ടു SAS പറയുന്നതിൽ ആരൊക്കെയാണോ അവരുമായിട്ട് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ, ടു ഒബ്റ്റെയിൻ ആൻഡ് റീസണബിൾ അഷ്യൂറൻസ് about whether financial statement as whole free from the material mistake, whether due to fraud or error, thereby enabling the auditor to express an opinion on the whether financial statement are prepared in all the material aspect in accordance with an applicable financial framework. Like AFRF പ്രകാരമാണ് ഇതിൽ അക്കൗണ്ട്സ് പിന്നെ ചെയ്ത് to report the financial റിപ്പോർട്ട് ചെയ്യണം. ചിലതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം and കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, communicate as required by the SAS in accordance with the auditor's findings. That is the objectives of audit. Important. Okay. ഇനി നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യാൻ പോകും. അനലൈസ് ചെയ്തിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അത് ജസ്റ്റ് കൂടെ നോക്കാം. നമുക്ക് ഒന്നുകൂടെ ഇതെന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, ഒന്നുകൂടെ നമുക്ക് എലാബറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, the analysis of brings the following points clearly. The auditor objective is to obtain a reasonable assurance whether the financial statements are whole free from the material mistake, whether due to fraud. Okay, പറഞ്ഞാൽ മനസ്സിലായി വിചാരിക്കുന്നു. Auditor objective obtain a reasonable assurance whether financial statements are all free from material mistake, whether due to fraud. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പൊങ്കൽ പറഞ്ഞ സെയിം പോയിന്റ്, അതായത് ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് ആണ് എന്ത്? റീസണബിൾ അഷുറൻസ്. റീസണബിൾ ആണ് എന്താ? അതിൽ അങ്ങനെ ഒരു ഫ്രോഡൊന്നും നടന്നിട്ടില്ല. ചെറിയ എമൗണ്ട് ഒക്കെ നമുക്ക് എന്ത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ നമ്മൾ റീസണബിൾ അഷുറൻസ് ആണ്. ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് അങ്ങനെ ക്വസ്റ്റ്യൻ വരാം, നമുക്കൊരു 100% അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല. ചില റീസണബിൾ അഷുറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്താ അഷുറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ? റീസണബിൾ അഷുറൻസ്. ഓക്കെ, whether the financial statement free from the material mistake, material എന്തില്ല മിസ്റ്റേറ്റ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ മെറ്റീരിയൽ മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? whether due to fraud or error, അത് ഫ്രോഡ് കൊണ്ടായാലും എററാണ്. മെറ്റീരിയൽ മിസ്റ്റേക്സ്മെന്റ് എന്തിനില്ല? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്ന റീസണബിൾ അഷുറൻസ് ആണ് എന്ത് പറ്റുക നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു ഒബ്ജക്റ്റീവ് കൊടുക്കുന്നത്. ഇനി റീസണബിൾ അഷുറൻസ് ടു ബി ഡിസ്റ്റിങ്ക്യൂഡ് ഫ്രം ദ അബ്സല്യൂട്ട് അഷുറൻസ്. റീസണബിൾ അഷുറൻസും
അബ്സല്യൂട്ട് അഷുറൻസ് ഒരു തെറ്റില്ല, ഒരു രൂപയുടെ മിസ്റ്റേക്ക് വേണ്ടിയില്ല, ഫുള്ള് കറക്റ്റാണ്, എല്ലാം പക്കയാണ്. അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ഒരു അതൊരു ഓഡിറ്റർക്ക് കൊടുക്കാൻ കഴിയില്ല. എന്ത് അഷുറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ? റീസണബിൾ അഷുറൻസ് കൊടുക്കും. Okay, absolute is a complete assurance or guarantee. Complete assurance or guarantee that the financial is free from the material misstatement. അങ്ങനെ കൊടുക്കണം. Okay. The reasonable assurance is not a complete guarantee, although the high level of assurance, but it is not the complete assurance. High level of assurance ആണ്, but it is not the complete assurance. Okay. This may be ചോദിക്കാറുണ്ട് 7-2 marks. Okay. Audit of financials when you carried out the auditor professional competently and skill cards audit standard procedure applied according അതെങ്ങനെയാണെന്നുള്ള അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി സെക്കൻഡ് പോയിന്റ്, മിസ്റ്റേക്സ് ഇൻ ദ ഫൈനാൻഷ്യൽ statement can occur due to fraud or rainbows. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ മിസ്റ്റേറ്റ്മെന്റ് തെറ്റുകൾ വരുന്നു. എന്തുകൊണ്ടാണ് തെറ്റുകൾ വരുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രോഡ് ചെയ്യലുകൊണ്ട് എന്ത് ചെയ്യും? മിസ്റ്റേറ്റ്മെന്റ് വരാം. ആരെങ്കിലും ഇപ്പൊ അസറ്റ് അടിച്ചോണ്ട് വരും, എന്നിട്ട് അസറ്റ് ബുക്കിൽ നോക്കുമ്പോൾ ഇപ്പോൾ 1 lakh ഉണ്ട്, പക്ഷെ ആക്ച്വലി എത്ര ഉള്ളൂ? 50,000 ഉള്ളൂ. ബാക്കി 50,000 ആരോ അടിച്ചോണ്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫ്രോഡോട് എന്ത് വരാൻ പറ്റും? ഇങ്ങനെ മിസ്റ്റേറ്റ്മെന്റ്സ് വരാൻ പറ്റും. എവിടെ? ഇൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. ദ സെക്കൻഡ് കേസ് എറർ വരാൻ പറ്റും. നമ്മളിപ്പോൾ 1 ലക്ഷത്തിന്റെ അസറ്റ് അടിച്ചപ്പോൾ അത് 1 ലക്ഷമല്ല 10,000 അടിച്ചു മാറിപ്പോയി. അല്ലെങ്കിൽ 1 ലക്ഷത്തിന്റെ അസറ്റ് 10 ലക്ഷമായിട്ട് അടിച്ചു. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? എറേഴ്സ് വരാം. അല്ലെങ്കിൽ ബോത്ത് ഫ്രോഡും എററും കൊണ്ടും എന്ത് ചെയ്യാൻ വരാൻ പറ്റും? രണ്ടും വരാൻ പറ്റും. മിക്സഡ് ആയിട്ട്. ഓക്കെ, റീസണബിൾ അഷുറൻസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഒബ്റ്റൈൻ റീസണബിൾ അഷുറൻസ് വീണ്ടും പല റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട് പോയിന്റ്സിൽ. ഒബ്റ്റൈൻ റീസണബിൾ അഷുറൻസ് ഫോർ ആൾസ് all are free from the material sin enable the auditor to express an opinion. Opinion കൊടുക്കണം. on the investments are prepared the all material respect in accordance with the applicable financial reporting framework AFRF. Okay, അതിനനുസരിച്ചാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല എല്ലാ മെറ്റീരിയൽ തിങ്സിനെയും റെസ്പെക്ട് ചെയ്തിട്ട് പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ദ ഒപ്പീനിയൻ ഇൻ ഈസ് റിപ്പോർട്ടഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓഡിറ്റ് ഫൈലിംഗ് ത്രൂ എ റിട്ടേൺ റിപ്പോർട്ട് ആസ് റിക്വയർഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. ഈ ഒപ്പീനിയൻ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് അക്കോർഡിംഗ് ഓഡിറ്റിംഗ് ഫൈൻഡിങ്സ്. ഇല്ല, ഓഡിറ്റ് ഫൈൻഡിങ്സ് എന്ത് ചെയ്യണം? ത്രൂ എ റിട്ടേൺ റിപ്പോർട്ട്. എങ്ങനെയായിട്ടാണ്? ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ പോരാ. ത്രൂ എ റിട്ടേൺ റിപ്പോർട്ട്സ് ആസ് റിക്വയർഡ് ബൈ ദ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള അതിൽ റിപ്പോർട്ട് ചെയ്യും വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. യു വുഡ് ബി സ്റ്റഡിങ് അബൌട്ട് ദീസ് ഇൻ സബ്സിക്വന്റ് കോഴ്സ് ചാപ്റ്റർ. നമ്മൾ മുമ്പ് അപ്പൊ ഇതാണ് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഡിറ്റ്. ഓക്കെ, 4 points ആണ്. ഓക്കെ, ഫസ്റ്റ് 2 points അതിനൊന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് നമ്മൾ 4 points കൊടുത്തു. ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റർ ഒബ്ജക്റ്റീവ് obtain a reasonable assurance whether the financial statements are all free from the material misstatement. The second one, misstatements are occur due to fraud or error or both. A reasonable assurance financial statements are all free from the material misstatement enable the auditor to express opinion whether financial statements are prepared in all material aspect according to the FRF. Okay, the last one, the opinions are reported and communicated in accordance with the auditing findings through the written report. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് 4 points സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റർ എന്ത് ചെയ്യണം? റീസണബിൾ അഷ്യൂറൻസ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷനിൽ എററും ഫ്രോഡൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ട് എടുക്കണം. ദ സെക്കൻഡ് വൺ, ഫൈനാൻഷ്യൽ റിക്കോർഡ് എങ്ങനെയൊക്കെ ആവാം? ഫ്രോഡ് കൊണ്ടും വരാം, എന്ത് മിസ്റ്റേറ്റ്മെന്റ്സ് വരാം. ദ തേർഡ് വൺ, റീസണബിൾ അഷുറൻസ് കൊടുക്കണം. അതുപോലെ തന്നെ ഒപ്പീനിയൻസ് AFRF പരിഗണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആൾ മെറ്റീരിയൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയണം. ദ ഫോർത്ത് വൺ, ഈ ഒപ്പീനിയൻ റിപ്പോർട്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇതാണെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ്.
താഴെ ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, വാട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ്. എന്താണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്? ഓക്കെ, എടാ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. അപ്പോൾ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ICAയുടെ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇതിൽ പറയുമ്പോൾ നമ്മൾ ടെസ്റ്റ് പഠിപ്പിക്കുമ്പോൾ തന്നെ കുറേ ഇലാബറേറ്റ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മിക്ക ആളുകളും ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് ആവശ്യമുണ്ടാവും. സോ നോട്ട്സ് ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ അയച്ചുതരാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റണ്ണിങ് നോട്ട്സ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, എന്താ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഓഡിറ്റിൻ്റെ സ്കോപ്പിനെ ആദ്യം സ്കോപ്പ് എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് റെഫേഴ്സ് ടു റേഞ്ച് ഓർ റീച്ച് ഓഫ് സംതിങ്. എന്താ റേഞ്ച് ഓർ റീച്ച് ഓഫ് സംതിങ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഏതെല്ലാം ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട് ഓഫ് എൻറ്റിറ്റി. എന്നങ്ങനെ പറഞ്ഞാൽ ഓഡിറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി organized adequately to cover all aspects of an entity relevant financial statement being audited. റെലവൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യാൻ കവറേജ് ചെയ്യണം. ഓക്കെ, അതാണ് ഓഡിറ്റിൻ്റെ ഒരു എന്ത് പറയുന്നത് ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ റിയലബിലിറ്റി ആൻഡ് സഫിഷ്യൻറ്റ് സഫിഷ്യൻസി ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്താ, ഒന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി, നമുക്ക് വിശ്വാസമാണ്. പിന്നെ എന്താ സഫിഷ്യൻസി, നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ ഓർ എവിഡൻസ് ഒക്കെ നമ്മുടെ അപ്പോൾ ഓരോന്നിനുള്ള എവിഡൻസ് വേണമല്ലോ. നമ്മൾ റെക്കോർഡ് ചെയ്തതും ആക്ച്വലും നമ്മളിൽ എന്ത് വേണം, കറക്റ്റ് ആയിരിക്കണം. അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഈ റിയലബിലിറ്റി വേണം, സഫിഷ്യൻസി വേണം. The audit should be reasonably satisfied that information contained in the undergoing the records other sources data like bills or vouchers. ഇവിടെ നോക്കണം, നമ്മുടെ സെയിൽസ് നോക്കിയപ്പോൾ നമ്മൾ ബിൽസ് ഒക്കെ നോക്കിയപ്പോൾ കുറേ ഇല്ലാത്ത സെയിൽസ് ഒക്കെ കൂട്ടി കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഓഡിറ്റിക്ക് എന്ന് തോന്നുന്ന ഒരു സഫിഷ്യൻസി ഫീൽ ചെയ്യണം. അത് ഓക്കെയാണ്, അതിൽ എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലേ, അത് എന്ത് വേണം, ഓഡിറ്റിൽ കിട്ടണം. ഓക്കെ, ആൻഡ് റിയലബിൾ ആൻഡ് സഫിഷ്യൻറ്റ് ബേസിസ് ഓഫ് ആൻഡ് റിയലബിൾ ആയിരിക്കണം, സഫിഷ്യൻറ്റ് ബേസിസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഓക്കെ, that is the second point. There is another third one also, proper disclosure of financial statement. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ അതുകൂടെ എന്ത് വരും, സ്കോപ്പ് ഓഫ് ഓഡിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. സ്കോപ്പ് ഓഫ് ഓഡിറ്റിനെ പറ്റി നമുക്ക് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ശരിക്കും അത് പോയിന്റ് വൈസ് തന്നിട്ടുണ്ടായിരുന്നു. സ്കോപ്പ് ഓഫ് ഓഡിറ്റ് 7 പോയിന്റ്സ് കഴിഞ്ഞതിലൂടെ ഒന്ന് പറയുന്നത് എന്താ, the audit should be organized to cover the adequate all aspect of the enterpriseന്റെ all aspect എന്ത് ചെയ്യണം, കവർ ചെയ്യണം. The second one, the information contained the underlying accounting records and other sources are reliable. അതെന്തായിരിക്കണം, റിയലബിൾ ആയിരിക്കണം. ഓക്കെ, ഒന്നുമില്ല, അതിൻ്റെ ജസ്റ്റ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഈ 3 പോയിന്റ്സ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിലുള്ള സോഴ്സസും ഡാറ്റയൊക്കെ എന്താണ്, റിയലബിൾ, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. നമ്മൾ റിയലബിലിറ്റി ആൻഡ് സഫിഷ്യൻസി എന്ന് പഠിച്ചു. The third one decides whether the relevant information is properly disclosed in the financial. പ്രോപ്പർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ 3 പോയിന്റ്സ് അതിൻ്റെ സെയിം വരുന്നത്. അതിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് താഴെ ഇതുകൊണ്ടൊന്ന് വായിച്ചു നോക്കണേ. പിന്നെ ഓഡിറ്റർ ഡിറ്റർമൈൻ വെദർ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ഈസ് പ്രോപ്പർലി ഡിസ്ക്ലോസ്ഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ദ ഓഡിറ്റർ ഈസ് ഓക്കെ, ദാറ്റ് ഈസ് ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് താഴെയുള്ള ഈ പാരഗ്രാഫ്സ് വായിക്കുമ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ ഒരു ഐഡന്റിറ്റീസ് പോകും. If you have any doubts, you can ask me by comment or message through WhatsApp. Okay.
ഇനി സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പഠിച്ചു സ്കോപ്പ് ഓഫ് ഓഡിറ്റ് മൂന്നെണ്ണമാണ്. The first one is coverage of all aspect of an entity. Coverage of all aspect of entity. The second one, reliability and sufficiency of financial information. The second one, reliability and sufficiency of financial information. First one is coverage of all aspect of entity. The second one, reliability and sufficiency of financial information. Third one, the proper disclosure of financial information. These are the three scopes of audit. Okay. ഇനി അപ്പോൾ സ്കോപ്സ് ഇതൊക്കെയാണ് ഒരു ഓഡിറ്റ് എന്ന് പറയുന്നതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ഉൾപ്പെടുത്താത്ത എന്താണ്? ഫോർ എക്സാമ്പിൾ, ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഒന്നല്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ദ ഓഡിറ്റ് വാട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ഉണ്ട്. കവറേജ് ഓഫ് ഓൾ ആസ്പെക്റ്റ്, അതുപോലെ തന്നെ ഡിസ്ക്ലോഷർ, റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസി, ഷോർട്ടായിട്ട് അങ്ങനെ പറയാം. ഓക്കെ അപ്പോൾ അതിൽ ഇതൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഉൾക്കൊള്ളുന്നത്, ദ ഓഡിറ്റ് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ദ പെർഫോം ഡ്യൂട്ടീസ് വിച്ച് ഫോൾ ഔട്ട്സൈഡ് ദ ഡൊമൈൻ ഓഫ് ഈച്ച് കോമ്പറ്റൻസ്. അയാളുടെ ഒരു ഡൊമൈൻ ഉണ്ട്, അയാൾ പ്രവർത്തിക്കേണ്ട ഒരു മേഖല ഉണ്ട്, അതിനേക്കാൾ പുറത്തുള്ള കോമ്പറ്റൻസ് ഒന്നും ആൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ ചെയ്യുന്ന ഓഡിറ്റർ ചെയ്യുന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ട. ഫോർ എക്സാമ്പിൾ, ഫിസിക്കൽ കണ്ടീഷൻസ് സർട്ടൻ അസറ്റ്സ് ആർ ലൈക്ക് ദാറ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് മെഡി കനോട്ട് ബി ഡിറ്റർമൈൻഡ് ഹിം. ഇപ്പോൾ ഒരു ഫിസിക്കൽ ഇപ്പോൾ മെഷീനറി ഉണ്ടെന്ന് വിചാരിക്കണം, ഇപ്പോൾ വല്ല കോറിയിലൊക്കെയാണ് നമുക്ക് ഓഡിറ്റിംഗ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഫിക്സഡ് അസറ്റ് ഒക്കെ നോക്കേണ്ടി. അപ്പോൾ അതൊന്നും നമുക്ക് അറിയില്ല, കാരണം നമ്മൾ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. നമുക്ക് സി എക്കാർക്ക് അത് അറിയോ? ഇല്ല. അങ്ങനത്തെ നോട്ട് എക്സ്പെക്റ്റഡ് ഫ്രം ആൻ ഓഡിറ്റർ ഡിറ്റർമൈൻ ദ സ്യൂട്ടബിലിറ്റി സിവിൽ സോഷ്യൽ ബിൽഡിംഗ്. അതുപോലെ തന്നെ ദീസ് റിക്വയർമെന്റ് ഡിഫറെന്റ് സ്കിൽ സെറ്റ്, ഇതിനെന്ത് വേണം? ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് വേണം. മേ ബി പെർഫോംഡ് ബൈ ദ ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് ഫീൽഡ്സ്. അപ്പോൾ അവിടുത്തെ ചിലപ്പോൾ ഫിക്സഡ് അസറ്റ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ അവരെങ്ങനെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അത് പിന്നെ മേ ബി എന്ത് ചെയ്യേണ്ടി വരും? ഒരു എഞ്ചിനീയറുടെ ഹെൽപ്പോട് കൂടെ. അവരാണ് അത് എന്തുള്ളത്, ആ ഒരു മേഖലയിൽ സ്കിൽ സെറ്റുള്ള ആളുകൾ. ഓക്കെ, നമുക്കത് സ്കിൽ സെറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഓഡിറ്ററേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്താണ് ഓഡിറ്റർ ഈസ് നോട്ട് ആൻ എക്സ്പേർട്ട് ദ ഓതന്റിക്കേഷൻ ഓഫ് documents. Expert അല്ല, the genuineness of documents cannot be authenticated by him because he is not expert in this field. അതുപോലെ തന്നെ നോക്കണം, authentication of audit. നിങ്ങൾ ചിലപ്പോൾ ഫോർജർ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അതിലും മേ ബി അതുപോലെ തന്നെ ഇല്ലാത്ത ബിൽസ് ഒക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പം അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒതന്റിക്കേഷൻ, അതിൻ്റെ ഒതന്റിക്കേഷൻ എത്രത്തോളം അത് ഒതന്റിക്കേറ്റഡ് ആണെന്നുള്ളതൊന്നും ആർക്ക് അത് പറയാൻ പറ്റില്ല, ഓഡിറ്റർക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് എക്സ്പെക്ടഡ് ഫ്രം ദ ഡ്യൂട്ടീസ് വിച്ച് ആർ ഔട്ട്സൈഡ് ദ ഡൊമൈൻ. അപ്പോൾ ഔട്ട്സൈഡ് ദ ഡൊമൈനിൽ അത് ആരും പെർഫോം ചെയ്യില്ല, ഓഡിറ്റർ പെർഫോം ചെയ്യില്ല. ദ സെക്കൻഡ് പോയിന്റ്, ആൻഡ് ഓഡിറ്റർ ഈസ് നോട്ട് ആൻ എക്സ്പേർട്ട് ഇൻ ദ ഒതന്റിക്കേഷൻ ഓഫ് ഓഡിറ്റ്. അയാൾ അതിൽ എക്സ്പേർട്ട് ആവണമെന്നില്ല, മേ ബി എക്സ്പേർട്ട് ആയിരിക്കാം, പക്ഷെ എക്സ്പേർട്ട് ആണെന്ന് ഉള്ളതിന് റൂളില്ല. ഓക്കെ, ആൻഡ് ഓഡിറ്റ് ഈസ് നോട്ട് ദ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെ ഒരു ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷന് അത് എടുക്കണം, അത് ഇങ്ങോട്ടുള്ള അങ്ങനെ ഒരു ഒഫീഷ്യൽ, നമ്മളൊരു പോലീസ് സെർച്ച് പോലെ അങ്ങനെ ഒരു ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഹി ഡസ് നോട്ട് ഹാവ് ദ സ്പെസിഫിക് ലീഗൽ പവർ ഓഫ് സെർച്ചിങ്. അങ്ങനെ ഒരു ലീഗൽ പവർ ആയിരിക്കില്ല, ഓഡിറ്റർക്കില്ല, അങ്ങനെ ഒരു ഇല്ല. ഓക്കെ, ഓർ റെക്കോർഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് വിറ്റ്നസ് ഓൺ ഓത്ത് വിച്ച് മേ ബി നെസസറി ഫോർ ക്യാരിയർ. അല്ല, നമുക്ക് പറയാം അതിങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത്, അല്ലാതെ നമുക്കിങ്ങനെ സെർച്ച് ചെയ്യണം, അവർ തന്നിട്ടില്ലെങ്കിൽ തന്നില്ല എന്നുള്ളത് നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ അങ്ങനെ മേടിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പം ഇതൊന്നും ഒരു ഓഡിറ്ററേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. Okay, and then on overview of scope of audit. Scope of audit is the coverage of all aspects of an entity relevant for financial statement being audited. The first one. The second one, reliability and sufficiency. The third one, proper disclosure for financial information. Express express of an opinion of financial statement. Responsibility. Okay. പിന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഡ്യൂട്ടീസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് കോമ്പറ്റൻസ് ഓഫ് ഓഡിറ്റർ ആയി ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പെർട്ട് ഇൻ ഓർഗനൈസേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, അതും വേണ്ട, ഇൻവെസ്റ്റിഗേഷൻ പാടില്ല. ഓക്കെ,
റെസ്പോൺസിബിൾ ഓഫ് പ്രിപ്പറേഷൻ ഇത് മനസ്സിലായില്ല. റെസ്പോൺസിബിൾ ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ. എടാ ആക്ച്വലി നമ്മൾ ഓഡിറ്റർ അവിടെ പോയിട്ട് ഫൈനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യല്ല ചെയ്യുന്നത്. നമ്മൾ അവിടെ പോയിട്ട് ബാലൻസ് ഷീറ്റ് ഇട്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതല്ല നമ്മൾ ചെയ്യുന്നത്. അവിടെ ഉള്ള അക്കൗണ്ട്സ് നമ്മൾ ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഓക്കെ, അതാണ് സെമി ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. അപ്പൊ ആൾറെഡി ഉണ്ട് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, നമ്മൾ അത് എക്സാമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ്സ് എന്ന് പറയുന്നത് നോട്ട് ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ്. ഈ 4 എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ്. ഇത് രണ്ടും കൂടിയിട്ടാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് വരുന്നത്. ഓക്കെ, ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്, അതാണ് കറക്റ്റ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് പഠിച്ചാൽ മതി. എന്നാലും ഈ പോയിന്റ്സ് പഠിക്കുക, അല്ലെങ്കിൽ മുകളിലത്തെ പോയിന്റ്സ് പഠിക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ വായിച്ചിട്ട് നമ്മൾ എഴുതാൻ പറ്റുന്ന രൂപത്തിൽ കുറച്ചുകൂടെ ഇതായിട്ട് പഠിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്കോപ്പ് ഓഫ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇൻഹെറിറ്റന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്രയും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവും. മേ ബി ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തത്. കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ അധികം എടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇന്ന് തന്നെ അത് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഡോണ്ട് ബി ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് ത്രൂ ദിസ് നമ്പർ. ഓക്കെ, കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓഡിറ്റിങ് ഇനി അതുപോലെ തന്നെ നമ്മൾ SM-ൻ്റെയും FM-ൻ്റെയും ക്ലാസ് എടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് എടുക്കും, SM ആൻഡ് FM. SM ഓക്കെ, FM കുഴപ്പമൊന്നുമില്ല. FM നമുക്ക് സിമ്പിളായിട്ട് ക്ലാസ് പറ്റും. ഓക്കെ, അപ്പോൾ ഓഡിറ്റിങ് SM FM സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് ഡൗട്ട്സ് അപ്പോൾ ചോദിക്കുക. ക്ലാസ്സസ് ഒക്കെ ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ താങ്ക് യു. ഓക്കെ, see you on next class.